സ്ക്രീനിൽ നിറഞ്ഞാടി ദിലീപ് ചിത്രം ഭ ഭ ബ. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷമുള്ള ദിലീപിന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കുകയായിരുന്നു ആരാധകർ. തിയേറ്റർ നിറഞ്ഞായിരുന്നു രാവിലെ 8 മണിയുടെ ആദ്യ ഷോ. മാസ് കോമഡി ആക്ഷൻ എന്റർടൈനർ ചിത്രത്തിൽ മോഹൻലാലും അതിഥി വേഷത്തിലെത്തുന്നുണ്ട്. സിനിമയെക്കുറിച്ച് നല്ല പ്രതികരണമാണ് പ്രേക്ഷകർക്ക്. ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രമാണ് ഭയം, ഭക്തി, ബഹുമാനം എന്നതിന്റെ ചുരുക്കരൂപമായ ബബ്ബബ. കുറ്റമുക്തനായ ശേഷവും ദിലീപ് വേട്ടയാടപ്പെടുകയാണെന്നും സിനിമയ്ക്കെതിരെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയെന്നും പ്രേക്ഷകർ പറയുന്നു. ഒരുപാട് ആൾക്കാർ പടം കാണരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അത് ചെയ്യാൻ പാടില്ലല്ലോ. ഒരു കലാകാരനെ നശിപ്പിക്കുക എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. വെറുതെ വിട്ടൊരാളെ നെഗറ്റീവ് പബ്ലിസിറ്റിയോട്ട് വീണ്ടും ടാർഗറ്റ് ചെയ്യണത് അല്ലേ. 7 വർഷം ടാർഗറ്റ് ചെയ്തു, വീണ്ടും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ കോടതി വിധിയെ മാനിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെതിരെ ശരിക്കും കേസ് കൊടുക്കണ്ടേ അല്ലേ. സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരും നല്ല അഭിപ്രായമാണ് പങ്കുവച്ചത്. പടം നല്ല അടിപൊളി പടമാണ്. അയ്യോ, അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഒരു എല്ലാം ഉണ്ടായിരുന്നു. ഒരു അഴിഞ്ഞാട്ടം ഇട്ടത് തന്നെ കറക്റ്റാണ്. ലാലേട്ടനും കൂടെ വന്നപ്പോൾ പൂർണ്ണമായത്. കാരണം വിനീതും ധ്യാനും ദിലീപേട്ടനും ഭയങ്കര കോമ്പിനേഷൻ. അതെ, കമ്പാക്ക് അത് ഉറപ്പാണല്ലോ. അത് ഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, അടിപൊളി. യൂത്തന്മാർക്ക് പറ്റും. എന്നാൽ തിയേറ്ററിൽ വന്ന് എന്താ പറയുക, ഒരു അടിച്ചു പൊളിക്കാൻ പറ്റില്ല പടം. ഫാമിലിയായിട്ട് പോരും, ഗംഭീരമായിരിക്കും, എന്റർടൈൻമെന്റ് ആണ്. പടം ഈസ് ഓസം മാൻ. തുടക്കം മുതൽ നമ്മൾ അവസാനം 3 മണിക്കൂർ നിങ്ങൾക്ക് എല്ലാം മറന്ന് നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലംസ് പറഞ്ഞ് നിങ്ങളുടെ ഇഷ്യൂസ് മറന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ 100% ഞാൻ ഷുവർ ആയിരുന്നു നിങ്ങൾക്ക് ഈ പടം ടിക്കറ്റ് ബുക്ക് ചെയ്യാം. കാരണം എനിക്കറിയാൻ പാടില്ല, ഞാൻ അവിടെ വന്ന് ഞാൻ എക്സ്പെക്ടേഷൻ വെച്ചില്ലായിരുന്നു. കാരണം പിന്നെ പാട്ടിറങ്ങിയപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. കാരണം ബബ്ബയാണ് ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. ദിലീപിനെ കുറേ പേരെ ഹേറ്റ് ചെയ്യുന്നു. ബട്ട് ഇവിടെ തിയേറ്ററിൻ്റെ അകത്ത് കഴിയുമ്പോൾ വേറെ ലെവൽ മാൻ. കാരണം തുടക്കം മുതൽ അവസാനം ഓഡിയൻസ് ആയാലും ഇരിക്കണം എന്ന് അറിയാൻ പാടില്ല. കൈയടിച്ച് ഒച്ചയുണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് മൊത്തം പോയി. കാരണം തിയേറ്ററിൽ പടം കണ്ട് തുള്ളിച്ചാടി മരിച്ചു ഞാൻ. അതിഥി താരമായി മോഹൻലാൽ എത്തുന്നതിനൊപ്പം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ വലിയ താരനിരയുമുണ്ട് ചിത്രത്തിൽ. നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ, നടി രജിഷ വിജയൻ, തിരക്കഥ എഴുതിയ നൂറിൻ ഷെരീഫ് എന്നിവർ എടപ്പള്ളി വനിതാ വിനിത തിയേറ്ററിൽ ചിത്രം കാണാനെത്തി. വമ്പൻ ബജറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം കോയമ്പത്തൂർ, പാലക്കാട്, പൊള്ളാച്ചി, കൊച്ചി എന്നിവിടങ്ങളിലാണ് ചിത്രീകരിച്ചത്. പ്രേക്ഷകർക്ക് ആഘോഷം സമ്മാനിച്ചാണ് ദിലീപിന്റെ തിരിച്ചുവരവ്. ജനം, കൊച്ചി.